So children, we were studying about the internal hardware, right? So internal hardware we studied about the power supply unit. So motherboard we already പഠിച്ചു കഴിഞ്ഞു. Last class we studied about the power supply unit, right? So what do you mean by power supply unit? The power supply unit converts what external power received from the electrical socket to the kind of power needed by the all components, right? നമ്മുടെ വെളിയിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഇലക്ട്രിസിറ്റി കമ്പ്യൂട്ടറിന്റെ അകത്തേക്ക് എടുക്കുന്നത് ആരാണ്? നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് ആണ് അല്ലേ? സോ വെളിയിൽ നിന്നുള്ള സോക്കറ്റിൽ നിന്നുള്ള പവർ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അകത്തേക്ക് എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഡിഫറെന്റ് കോമ്പനന്റ്സ് ആവശ്യമായിട്ടുള്ള പവർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് പവർ സപ്ലൈ യൂണിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ മദർ ബോർഡ് ആൻഡ് അതർ കോമ്പനന്റ്സ് ത്രൂ വാട്ട്? കേബിൾസ്. കേബിൾസ് വഴിയാണ് നമ്മുടെ എക്സ്റ്റേണൽ പവർ പവർ സപ്ലൈ യൂണിറ്റിൽ വന്നിട്ട് അവിടെ നിന്ന് ഡിഫറെന്റ് കോമ്പനന്റ്സ് മദർ ബോർഡ് ഓരോരോ കോമ്പനന്റ്സിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് കേബിൾസ് അല്ലെ? സം പവർ യൂണിറ്റ്സ് ഹാവ് ആൻ അഡീഷണൽ ഔട്ട്ലെറ്റ് അറ്റ് ദ ബാക്ക് ടു പ്രൊവൈഡ് പവർ ടു ദ മോണിറ്റർ അല്ലെ? ഞാൻ പറഞ്ഞു എന്താണ്, മോണിറ്ററിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ എന്താണ് അഡീഷണൽ സോക്കറ്റ് നമ്മുടെ സി പി യുന്റെ ബാക്കിൽ ചില സിസ്റ്റത്തിന് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഈ സി പി യുന്റെ ബാക്കിലുള്ള സോക്കറ്റിലേക്ക് നമ്മുടെ മോണിറ്റർ കണക്ട് ചെയ്താൽ മതി. പക്ഷെ എല്ലാ സിസ്റ്റത്തിനും അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള കേസിൽ എന്താണ് വേണ്ടത്? രണ്ട് പവർ സോക്കറ്റ് നമുക്ക് വേണം അല്ലെ? ഒരെണ്ണം നമ്മുടെ മോണിറ്റർ കുത്താനും മറ്റത് നമ്മുടെ സി പി യു കണക്ട് ചെയ്യാനും. സോ രണ്ട് പവർ സോക്കറ്റ് വേണം അല്ലെ? അഡീഷണൽ പവർ സോക്കറ്റ് ഉള്ള സിസ്റ്റത്തിന് ഒരു പവർ സോക്കറ്റ് മാത്രം മതിയാവും. ഓക്കെ, ഇല്ലാത്തതിന് നമുക്ക് രണ്ട് പവർ സോക്കറ്റ് വേണം ടു കണക്ട് സെപ്പറേറ്റ് സി പി യു ആൻഡ് ദ മോണിറ്റർ. ഓക്കെ, so the power unit has fans to keep has a fan to keep it cool അല്ലെ? നമ്മളിപ്പോ കുറെ നേരം സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, അത് ചൂടാവും അല്ലെ? പവർ സപ്ലൈ യൂണിറ്റ് ചൂടാവും. സോ അതിനെ തണുപ്പിക്കാൻ വേണ്ടി നമ്മുടെ സി പി യു ക്യാബിനറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി അറിയാം, അതിനകത്ത് ഒരു ഫാൻ ഉണ്ട്, ഇൻബിൽറ്റ് ഫാൻ ടു കീപ് ദ പവർ സപ്ലൈ യൂണിറ്റ് കൂൾ. ഓക്കെ, സോ ദ പവർ സപ്ലൈ യൂണിറ്റ് ഈസ് ദ പാർട്ട് വിച്ച് കൺവേർട്സ് the external power received from the electrical socket to the kind of power needed by the all components അല്ലെ? അതായത് വെളിയിലുള്ള സോക്കറ്റിൽ നിന്നുള്ള പവറിനെ അകത്തേക്ക് കണക്ട് ചെയ്ത് അകത്തേക്ക് എടുത്തിട്ട് അതിന്റെ അവിടെ നിന്നും മറ്റ് കോമ്പനന്റ്സിന് ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കുക എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ട്? കേബിൾസ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Now we will move on to the next internal hardware. What it is? Random access memory or RAM. അല്ലെ? നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ. Now we will see what you mean by random access memory or RAM. So what is that? It is a short term or temporary memory used by the computer to store information temporarily while performing its operation. Okay, a higher capacity of RAM facilitates more temporary processing of data storage and thus enables better performance. Okay, so this is a temporary memory, right? നമ്മുടെ ഹാർഡ് ഡിസ്കിൽ രണ്ട് മെമ്മറി ഉണ്ട്, പെർമനന്റ് മെമ്മറി ആൻഡ് ടെമ്പററി മെമ്മറി. ഓക്കെ, സോ റാം, റാൻഡം ആക്സസ് മെമ്മറി ഈസ് നോൺ ആസ് വാട്ട്? ടെമ്പററി മെമ്മറി. ഓക്കെ, ഇറ്റ്സ് എ ഷോർട്ട് ടേം ഓർ ടെമ്പററി മെമ്മറി യൂസ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ ടു സ്റ്റോർ വാട്ട്? ടു സ്റ്റോർ ഇൻഫർമേഷൻ ടെമ്പററിലി വൈൽ പെർഫോമിംഗ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ലൈക്ക് പവർ പോയിന്റ്. ഓക്കെ, പവർ പോയിന്റിൽ നമ്മൾ സ്ലൈഡ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ് പ്രോഗ്രാം ആണ് അത്. ഓക്കെ, അപ്പൊ നമ്മളെ പവർ പോയിന്റ് എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എവിടെയാണ്? ദാറ്റ് ഈസ് എ ടെമ്പററി, ഐ മീൻ പെർമനന്റ് തിങ്. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിൽ എപ്പോഴും പവർ പോയിന്റ് എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാവും. ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ പെർമനന്റ് മെമ്മറി ഓഫ് ദ ഹാർഡ് ഡിസ്ക്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ ഓരോ സമയവും നമ്മൾ പവർ പോയിന്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വർക്കുകൾ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ എന്താണ് സംഭവിക്കുക? സോ നമ്മുടെ പെർമനന്റ് മെമ്മറി പോയിട്ട് നമ്മൾ പവർ പോയിന്റ് അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വി വിൽ സ്റ്റാർട്ട് വർക്കിംഗ്. ഓക്കെ, സോ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ആ വർക്കുകളിനെ ടെമ്പററി ആയിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻ റാം. ഓക്കെ, സോ നമ്മുടെ എന്താണ് കമ്പ്യൂട്ടറിനകത്ത് പ്രോസസറിന്റെ തൊട്ടടുത്താണ് റാം ഇരിക്കുന്നത്.
ഓക്കെ, പ്രോസസർ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന വർക്ക് പ്രോസസ് ചെയ്യാന്നുള്ള ഡ്യൂട്ടിയാണ് പ്രോസസർ ചെയ്യുന്നത്. ഓക്കെ, സോ പ്രോസസർ എവിടെ നിന്നാണ് ആ ഡേറ്റ എടുക്കുന്നത്? ഫ്രം ദ ടെമ്പററി മെമ്മറി, ദാറ്റ് ഈസ് ഫ്രം റാം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ വേർഡോ അല്ലെങ്കിൽ PP പവർ പോയിന്റോ ഏതെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഡേറ്റ ടെമ്പററി ആയിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? റാമിലാണ്. ഓക്കെ, സോ പ്രോസസർ വന്നിട്ട് ഈ ഡേറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടി എവിടെ നിന്നാണ് എടുക്കുന്നത്? റാമിൽ നിന്നാണ് എടുക്കുന്നത്. സോ സിൻസ് ഇറ്റ്സ് എ ടെമ്പററി മെമ്മറി, സോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പവർ പോവുകയാണെങ്കിൽ എന്താ ചെയ്യുക? കമ്പ്യൂട്ടർ ഓഫ് ആവും അല്ലേ? സോ കമ്പ്യൂട്ടർ ഓഫ് ആവുന്ന സമയത്ത് എന്താണ്? നമ്മൾ ചെയ്ത ഡേറ്റ അത്ര ഇറേസ് ആയി പോവാണ്. സിൻസ് ദാറ്റ് ഇസ് എ ടെമ്പററി മെമ്മറി, വി ആർ നോട്ട് സേവിങ് എനിവെയർ, റൈറ്റ്? സോ സിൻസ് when the computer power is off, this data is getting erased. Okay, so അങ്ങനെയുള്ള that is like the temporary memory which is stored in the random access memory is used for what? Is used for processing the data. അതിനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് പ്രോസസറിന്റെ തൊട്ടടുത്ത് തന്നെ റാം ഇരിക്കുന്നത്. ഓക്കെ, സോ പ്രോസസറിന്റെ ഡേറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് it takes the data from the random access memory. Okay, so a higher capacity of RAM facilitates more temporary processing of data storage and thus enables better performance. Okay, നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന്റെ എന്താണ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനെയാണ്? റാമിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ റാമിന്റെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്പീഡും ഇൻക്രീസ് ചെയ്യാണ്. ബെറ്റർ പെർഫോമൻസ് ഈസ് ഹാപ്പനിങ്. എങ്ങനെയാണ്? നമുക്ക് കൂടുതൽ റാം ഇതുണ്ടാവുമ്പോൾ നമ്മൾ ടെമ്പററി ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റിയും കൂടുതലാണ് ചെയ്യുന്നത് അല്ലേ? സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസും കൂടുകയാണ് ചെയ്യുന്നത്. എ ഹയർ കപ്പാസിറ്റി ഓഫ് റാം facilitates more temporary processing of data storage and thus enables what? Better performance. Okay, so RAM is where programs that are being used currently by the processor to run the program are held. This clears when you lose power or shut down the computer. Okay, so processor ആവശ്യമായിട്ടുള്ള ഡേറ്റ പ്രോസസ് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള ഡേറ്റ ഇറ്റ് ഈസ് ബീങ് സ്റ്റോർഡ് ഇൻ റാം. സോ അവിടെ നിന്നാണ് ഇത് രണ്ടും അടുത്തടുത്ത് ആണ് കമ്പ്യൂട്ടറിനകത്ത് ഇരിക്കുന്നത്. സോ പ്രോസസറിന്റെ അടുത്ത് റാം ഇരിക്കുകയാണ്. സോ ഇവര് തമ്മിൽ അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേറ്റ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റ പോയി റാമിൽ സ്റ്റോർ ചെയ്യാണ്. സോ അവിടെ നിന്നാണ് പ്രോസസർ എന്താണ് ഡേറ്റ എടുക്കുന്നത്. സോ ഇവർ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മുടെ ഹാർഡ് ഡിസ്കിലുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ഡേറ്റ പോയി ടെമ്പററി ആയിട്ട് റാമിൽ സ്റ്റോർ ചെയ്യും. അവിടെ നിന്നാണ് പ്രോസസർ ഈ ഡേറ്റ എടുത്തിട്ട് പ്രോസസ് ചെയ്യുന്നത്. പ്രോസസ് ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ അതിനുശേഷം എന്താണ് ഡേറ്റ സേവ് ചെയ്യുമ്പോൾ അഗെയിൻ ഇറ്റ് വിൽ ഗോ ബാക്ക് ടു അവർ പെർമനന്റ് മെമ്മറി. സോ നമ്മൾ നമ്മളൊരു വർക്ക് ചെയ്തതിനു ശേഷം അതിനെ സേവ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് permanently in the permanent hard disk. Okay, permanent മെമ്മറിയിൽ പോയി സ്റ്റോർ ആവും. സോ റാമിൽ എന്താണ്? റാമിൽ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ആവുന്നില്ല. അത് നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തതിനിടയ്ക്ക് ഷട്ട് ഡൗൺ ആവുകയും ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ ഡേറ്റ അത്രയും റാമിനകത്ത് നിന്ന് ഇറേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ ടെമ്പററി മെമ്മറി ഓർ ഷോർട്ട് ടേം മെമ്മറി. എന്തിനു വേണ്ടിയിട്ടാണ്? ഡേറ്റ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്തിന്? പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഡേറ്റ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? റാമിലാണ്. അവിടെ നിന്നാണ് നമ്മുടെ പ്രോസസർ ഡേറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ ഓൾസോ. Here's an input, decodes it. Second.
children, I hope it's clear. Ellarum video kandalla what is the power supply unit and what you mean by random access memory. I hope it's clear.